ഹായ് എവരി വൺ, ഇതൊരു മാംഗോ ലസ്സിയാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. മാംഗോ ലസ്സിൻ്റെ അകത്ത് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഇടുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പഴുത്ത മാങ്ങ ഞാൻ ചെറുതായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു 3 വലിയ സ്പൂണ് തൈര്, പുളിയില്ലാത്ത തൈരാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. യോഗട്ട് അതൊരു 3 വലിയ സ്പൂണ് വേണം. പിന്നെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഞാൻ പറഞ്ഞത് ബദാം, ആൽമണ്ട് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചത് ഒരു 3-4 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ്, തൊലി കളഞ്ഞതാണിത്. അപ്പോൾ അതുകൂടെ വേണം. അപ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാറിൽ ബദാം ഇട്ട് കൊടുക്കാം. ഒരു 5-6 ബദാം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് തൈരാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഇതിനകത്ത് ഞാനൊരു 2 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാര കൂടുതലോ കുറവോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അധികം മധുരം കൂടുതൽ വേണമെങ്കിൽ, കുട്ടികൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. നല്ല പഴുത്ത മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പം അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ നമ്മളെ മാങ്ങയെല്ലാം നന്നായിട്ട് ബ്ലെൻഡായിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? നന്നായിട്ട് അരിഞ്ഞ് വന്നിട്ടുണ്ട്. മാങ്ങയും ബദാമെല്ലാം നന്നായിട്ട് അരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി തണുത്ത ഒരു 1/2 കപ്പ് വെള്ളം ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരട്ടെ ഇതും. ഇപ്പോൾ ഒരു 1/2 കപ്പ് നല്ല തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം. നമ്മൾ മാംഗോ ആൽമണ്ട് ലസ്സി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഡ്രിങ്ക് സമ്മറിലേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കല്ലേ. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.